ഹമാസ് ഉൾപ്പെടെ ഗാസയിലെ ഭീകര സംഘടനകളുടെ സമ്പൂർണ്ണ നിരായുധീകരണം സംബന്ധിച്ച് ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമ്പൂർണ്ണ നിരായുധീകരണം യാഥാർത്ഥ്യമാക്കുന്നതോടെ ഇസ്രായേൽ സൈനിക വിഭാഗങ്ങൾ ഗാസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ് പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. സമാധാന ധാരണ പൂർണ്ണമാകുന്നതോടെ പുതിയ പലസ്തീൻ സർക്കാരിന്റെ കീഴിലായിരിക്കും ഗാസയുടെ ഭരണം നടക്കുകയെന്നും ട്രംപ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിവരങ്ങൾ. ഉച്ചപ്രിയ, നേരത്തെ ഉണ്ടായിരുന്ന ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന സംവിധാനത്തെ അല്ലെങ്കിൽ സമാധാന ബോർഡിന്റെ ഭാഗമായുള്ള നടപടികളുടെ ഏറ്റവും പുതിയ നീക്കമാണ് ഗാസയിലെ ഹമാസ് ഉൾപ്പെടെയുള്ള ഹമാസും അനുബന്ധമായി പല സംഘടനകളും അവിടെ ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ഭീകര സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനകളെല്ലാം തന്നെ നിരായുധീകരിക്കുന്നതിനുള്ള ഒരു ധാരണയിലെത്തിയതായാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരമൊരു ധാരണ ഉണ്ടാകുന്നതോടുകൂടി ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നത് പോലെ പൂർണ്ണമായ നിരായുധീകരണം സാധ്യമാക്കുകയും ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിന്റെ കീഴിൽ ആ പ്രദേശത്തെ കൊണ്ടുവരികയും ചെയ്യുക എന്നത് ഒരു സമാധാന നീക്കത്തിന്റെ ഭാഗമായി അമേരിക്ക നടപ്പാക്കിയതാണ്. അത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. ഹിസ്ബുള്ളയെ നിരായുധീകരിച്ച് ലബനനിൽ അത്തരം ഒരു നീക്കം നടത്തിയിരുന്നു. സമാന രീതിയിലുള്ള നീക്കം തന്നെയാണ് ഗാസയിലും നടപ്പാക്കുന്നത്. പാലസ്തീൻ പോലീസിന്റെ നിയന്ത്രണത്തിൽ ഈ സംവിധാനങ്ങൾ നടപ്പിൽ വന്നതിന് ശേഷം ഗാസയുടെ നിയന്ത്രണം എത്തുമെന്നും അതുവഴി സ്വാഭാവികമായി ഒരു പാലസ്തീൻ സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിന്റെ ഭാഗമായി ഗാസ മാറുമെന്നുമാണ് വളരെ കൃത്യമായി തന്നെ ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ബോർഡ് ഓഫ് പീസിന്റെ നീക്കങ്ങൾ പൂർണ്ണമാകുന്നതോടെ, അതായത് നിരായുധീകരണം പൂർണ്ണമായും സാധ്യമാകുന്നതോടെ നിലവിൽ ഗാസയിൽ തമ്പടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗാസയിൽ വിവിധയിടങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഇസ്രായേൽ സേനയെ പൂർണ്ണമായും പിൻവലിക്കുമെന്നും ട്രംപ് വിശദീകരിക്കുന്നുണ്ട്. സമാധാന ധാരണയുടെ നീക്കങ്ങളിൽ ഏറ്റവും നിർണായകമായ നീക്കമാണെന്നും ഈജിപ്തും അതുപോലെ തന്നെ ഈജിപ്ത് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ, ടർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ശക്തമായ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപ്. നിലവിലെ സാഹചര്യത്തിൽ സമാധാന ധാരണ പൂർണ്ണമാകുന്നതോടെ ആ പ്രശ്നം, ഗാസയിലെ ആ ഒരു സങ്കീർണ നിറഞ്ഞ ഗാസയിലെ പ്രശ്നങ്ങളെ പൂർണ്ണമായും പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇസ്രായേൽ സേന പിന്മാറ്റം നടപ്പാക്കുന്നതോടുകൂടി പാലസ്തീൻ ഫോഴ്സ് അവിടെ നടപ്പിൽ വരികയും സമാധാന ധാരണ പൂർണ്ണമായും നടപ്പാക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് പുതിയ ധാരണയിൽ എത്തിയിരിക്കുന്നത് എന്നാണ് ട്രംപിന്റെ വിശദീകരണത്തിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ.